കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. സോ കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഇൻപുട്ടിനെയും ആയിരിക്കും. പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്രസൻറ്റ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ഓഫ് എൻ. പാസ്റ്റ് എന്ന് പറയുമ്പോഴോ -1 വരും. എക്സ് ഓഫ് n - 1 അല്ലെങ്കിൽ n - 6, n - 7 അല്ലെങ്കിൽ എക്സ് ഓഫ് t -5 എന്നൊക്കെ എഴുതാം. ദെൻ നോൺ കോസൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഇൻപുട്സിന് മാത്രമായിരിക്കും നോൺ കോസൽ ഡിപ്പെൻഡ് ചെയ്യുക. ഫ്യൂച്ചർ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് n+1 ഫോർമാറ്റിലായിരിക്കും. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ, y of t is equal to x square of t plus x of t minus 4. x of t minus 4. സോ ഇത് ആ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഏത് ഇൻപുട്ടായിരിക്കും? പ്രസൻറ്റ് ഇൻപുട്ടാണ്. y of t കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഓഫ് ടി കിട്ടുന്നു. മീൻസ് ടി കൊടുത്താൽ ടി തന്നെയാണ് ഔട്ടിൽ വരിക. ദാറ്റ് മീൻസ് അത് ഡിപ്പെൻഡ് ചെയ്യുക പ്രസൻറ്റിനെയാണ്, പ്രസൻറ്റ് ഇൻപുട്ടിനെയാണ്. ദെൻ എക്സ് ഓഫ് ടി -4. എക്സ് ഓഫ് ടി -4 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഓഫ് n-1 ഫോർമാറ്റ്. ദാറ്റ് മീൻസ് അതൊരു പാസ്റ്റ് ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? ഇറ്റ് വിൽ ബി എ കോസൽ സിസ്റ്റം. എ കോസൽ സിസ്റ്റം. ഇനി അത് സ്റ്റെപ്സിൻ്റെ ഫോമിൽ എഴുതാം. സ്റ്റെപ്സിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ടിക്ക് ഒരു പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, ഒരു 0 എന്ന് പറയുന്ന 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സോ ഫസ്റ്റ് t = -1 കൊടുക്കുക. ദെൻ t = 0 കൊടുക്കുക. t = 1. സോ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ നോക്കി എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. സ്റ്റെപ്സ് തന്നെ എഴുതി ചെയ്യുക എപ്പോഴും. സോ t = -1 വരുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്താവും? എക്സ് സ്ക്വയർ ഓഫ് -1, എക്സ് സ്ക്വയർ ഓഫ് -1 പ്ലസ് എക്സ് ഓഫ് -5. ദെൻ t = 0 വരുമ്പോഴോ നമ്മുടെ ഇക്വേഷനിൽ ടിക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് -4. ദെൻ t = 1 കൊടുക്കുക. t = 1 കൊടുക്കുമ്പോൾ എന്ത് വരും ഇക്വേഷനിൽ? എക്സ് സ്ക്വയർ ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് -3. സോ ഈ ഒരു 3 ടേം നോക്കുകയാണെങ്കിൽ -1 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് -1 ആണ്. ദാറ്റ് മീൻസ് പ്രസൻറ്റ് ഇൻപുട്ടിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ദെൻ -5 കൊടുത്തു. -5 ആണ് വേറൊരു ഇൻപുട്ട് എന്ന് പറയുന്നത്. -5 എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ അങ്ങനെ 3 ടേംസിനെയും കമ്പയർ ചെയ്ത് നോക്കുക. t = 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 0 തന്നെയാണ്. സോ 0 തന്നെയാണെങ്കിൽ അത് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. സോ ഈ ഒരു 3 ടേംസിൻ്റെ 3 ഇക്വേഷൻസിൻ്റെ ഫോമിൽ എഴുതിയിട്ട് നിങ്ങൾക്കിത് ഒരു കോസൽ സിസ്റ്റം ആണെന്ന് പ്രൂവ് ചെയ്യാം. എപ്പോഴും ആ ഒരു രീതി സ്റ്റെപ്സിൽ എഴുതി ചെയ്യാം. Then second question, y of t is equal to x of 2 minus t plus x of t minus 4. സോ ഈ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇതേപോലെ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് t = 0. t = 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ടിക്ക് 0 വരുമ്പോൾ ഫസ്റ്റ് വൺ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് -4. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 0 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തപ്പോൾ മീൻസ് ഇത് 0 നമുക്ക് ആക്സസ് വരച്ചും ചെയ്യാം. 0, 1, 2, -1, -2. സോ 0 എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ട്
കിട്ടണമെങ്കിൽ ഏത് ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട്. ദാറ്റ് മീൻസ് അതൊരു ഫ്യൂച്ചർ വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയാം? നോൺ കോസൽ സിസ്റ്റം. ദെൻ അതേ ക്വസ്റ്റ്യനിൽ തന്നെ എക്സ് ഓഫ് -4 എന്ന് പറയുന്ന ടേമും ഉണ്ട്. ബട്ട് ഏതെങ്കിലും ഒരു ടേം ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിന് നോൺ കോസൽ സിസ്റ്റം എന്ന് പറയാം. നോൺ കോസൽ സിസ്റ്റം. ദെൻ ഇതേപോലെ തന്നെ ടിക്ക് -1ഉം ടിക്ക് +1ഉം ഇട്ട് കൊടുക്കുക. സോ ഈ 3 വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് നോൺ കോസലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ടി = 1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ഓഫ് 1 + എക്സ് ഓഫ് -3. എപ്പോഴും 1 തന്നെ കൊടുക്കണം എന്നില്ല. -2ഓ +2ഓ എന്താ ഇഷ്ടമുള്ള വാല്യൂ എന്ന് വെച്ചാൽ അത് കൊടുക്കാം. ദെൻ ടി = -1. സോ ടി = -1 വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? എക്സ് ഓഫ് 3 + എക്സ് ഓഫ് -5. സോ ഇത് ഈ ഒരു ടേം തന്നെ എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും ഫ്യൂച്ചർ വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നോൺ കോസൽ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് y of n = x of -n. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി = -1. ടി = -1 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? എക്സ് ഓഫ് -1. ദെൻ ടി = 0. ടി = 0 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? y of 0 = എക്സ് ഓഫ് 0. ദെൻ ടി = 1. ടി = 1 കൊടുക്കുമ്പോൾ ഇക്വേഷനിൽ എന്ത് വരും? y of 1 = എക്സ് ഓഫ് -1. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിലും ഫ്യൂച്ചർ വാല്യൂസിന് ചില ഇൻപുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് കൺഫ്യൂഷൻ ഉള്ളവർ ആദ്യം ഒരു ആക്സിസ് വരച്ച് നോക്കുക. 0 1 -1. സോ -1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നിങ്ങൾ -1ൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ അത് ഏതൊക്കെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇവിടെ -1 +1 ആണ്. ഇവിടെ ഏതൊക്കെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? -1 എന്ന് പറയുന്നത് 1നെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ -1 എന്ന് പറയുന്നത് 1നെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു ഫ്യൂച്ചർ വാല്യൂ. ആ ഒരു പോയിൻറ്റിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് ഫ്യൂച്ചർ വാല്യൂ ആണ്. സോ ഏതെങ്കിലും ഒരെണ്ണം ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിന് എന്തെന്ന് പറയാം? നോൺ കോസൽ സിസ്റ്റം. നോൺ കോസൽ സിസ്റ്റം. സോ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്സിസ് വരച്ച് നോക്കുക. സോ ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഫ്യൂച്ചർ, ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അത് പാസ്റ്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം പറയാൻ.